ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം. ആണല്ലോ. എന്നാൽ ഞെട്ടത്തക്ക വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി വച്ചാട്ടെ. പെടുത്തിയാ ഇന്ന് ഷാർക്ക് ലൈവില് അതിഥിയായിട്ട് എത്തുന്നത് എയിൻ ഹണി ആരോഗ്യാണ്. നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച്. യവന്മാരിതിന് എവിടും തപ്പിയതാ. ചിരി ഒരു വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ചിരി എല്ലാ അർത്ഥത്തിലും പ്രശ്നമാണല്ലേ? എല്ലാ അർത്ഥത്തിലും പ്രശ്നമാണ്. മനസ്സിലായില്ല. എല്ലാം ഞാൻ പറയാം. ഏറ്റവും അവസാനം പ്രശ്നം ഉണ്ടായത് എപ്പോഴാണ് ചിരി കൊണ്ട്? ചിരി ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. അവള് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഞങ്ങൾ ഒരു ഈവനിങ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ലുലുമാളി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. അപ്പൊ ഞങ്ങളിങ്ങനെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഒരു ചേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉടനെ ആളെ ചോദിക്കുവാണ് എത്ര റേറ്റ് കാശുണ്ട്. ഞാൻ മീൻസ് ആ ഒരു രീതിയിൽ അപ്പൊ ഗേൾസും ഇതൊരു സമയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. സൊസൈറ്റി ഒരു മയർന്നാണ് വെറും. പക്ഷെ ആ അറിയുന്ന ആള് തന്നെ സെയിം വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ മോശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പോപ്പ് വന്നിട്ട് പോകുന്നേ ഇല്ല. വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തലേ എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഇത്ര വയസ്സായിട്ട് പോലും വയസ്സായ ആന്റിയൊക്കെ പുറത്തേക്ക് പോകുമ്പോ അവരുടെ ഇങ്ങനെ ചോദിക്കുന്നു വരുന്നുണ്ടോ. അമ്മാവോ ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ, ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പോക്കോട്ടെ. റേറ്റ് എത്രയാ, പൈസ വേണോ ചെയ്യാ, നമുക്ക് കുറെ മോശമായ കാര്യങ്ങള്. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. അപ്പൊ നിങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ ഓക്കെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാകാം എന്ന് കരുതി സമീപിക്കുന്നതിൽ തെറ്റുണ്ടെന്നാണ് പറയുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇല്ല ഞാൻ പറയട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്സ് വർക്ക് ചെയ്യുന്നത് ഗേൾസ് അല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ട്രാൻസ് അല്ല, ഗേൾസ് ആണ്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നേ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്സ് വർക്കായിട്ട് ചെയ്യുന്നത് ഗേൾസ് ആണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അത് കഴിഞ്ഞ് പുരുഷന്മാരാണിപ്പോ. രാജമ്മേ, രാജമ്മ അപ്പറഞ്ഞത് ശരിയായില്ല. പുരുഷന്മാർ ഈ ഇത്ര 1000 ഗേൾസ് സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 100,000 ആണുങ്ങൾ അവിടെ ചെല്ലുന്നുണ്ട് ചെയ്യാനായിട്ട്. ആരോടും പറയില്ലെന്നുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറാ. എന്ന് പറഞ്ഞാൽ ഒരു 10 പെണ്ണ് റോട്ടിൽ സെക്സ് വർക്കിന് നിൽക്കുന്നുണ്ടെങ്കിൽ 100,000 ആണുങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു പെണ്ണിന് ഒരു ദിവസം 10 ആണുങ്ങൾ വെച്ച് പോകുന്നുണ്ട്. നിങ്ങളെയൊക്കെ വഴിയാകാരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം. ഇങ്ങനെ കുറച്ച് അവസാനം മണ്ട പോയ തെങ്ങ് പോലെ ആവരുത് ജീവിതം.